ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കൊണ്ടാട്ടത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ നല്ല സ്പൈസിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് നമ്മളെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് നമ്മൾ ഫസ്റ്റ് ഒരു 750 ഗ്രാമോളം ചിക്കൻ ഉണ്ടാവും കേട്ടോ. നമ്മളിത് ചെറിയ കഷ്ണങ്ങളാക്കി വെട്ടി കഴുകി ക്ലീൻ ചെയ്തിട്ട് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. വെള്ളം കുറച്ച് ഡ്രൈ ആകാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ. എന്നിട്ട് നമ്മളിതേക്ക് ഒരു 2-3 സ്പൂണോളം മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, അത് നന്നായിട്ട് തന്നെ കുറച്ച് പേസ്റ്റ് ആവുകയാണെങ്കിൽ അത്രയും നല്ലത് കേട്ടോ. പിന്നെ അതൊക്കെ വേണ്ട അത്യാവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് ഒരു നാരങ്ങൻ്റെ ഫുള്ള് നീര് കേട്ടോ, കുരുവൊക്കെ കളഞ്ഞിട്ട് ഫുള്ള് നീരും ചേർത്തിട്ട് നന്നായിട്ട് തന്നെ കുഴച്ച് ഇതുമ്മേ നന്നായിട്ട് തന്നെ പിടിപ്പിച്ചെടുക്കുക. ചിക്കനുമേ മസാല നന്നായിട്ട് പിടിപ്പിച്ചെടുക്കുക. ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഫസ്റ്റ് ഇതിൻ്റെ ഫ്രൈ ചെയ്യലാണ് ഇതിൻ്റെ ഫസ്റ്റത്തെ പരിപാടി കേട്ടോ. അപ്പോൾ ഇതൊക്കെ ചേർത്തിട്ട് നമ്മൾ ഏകദേശം 1 മണിക്കൂറോളം ഫ്രിഡ്ജിൽ മാറ്റി വെക്കണം. ഫ്രീസറിൽ വെക്കരുത്, ഫ്രിഡ്ജിൽ വെക്കണം. 1 മണിക്കൂറോളം വെക്കണം കേട്ടോ. മേലെ കുറച്ച് കരിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ടിട്ട് വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിക്കാറ് കേട്ടോ. ഇതിപ്പോൾ 1 മണിക്കൂറോളം വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് പരിപാടി അറിയുന്നത് ഇത് ഫ്രൈ ചെയ്തിട്ടെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ ചൂടായിട്ടുള്ള എണ്ണയിൽ ഇത് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ. നന്നായിട്ട് എണ്ണ പാർന്നിട്ട് വേണ്ട, കുറച്ച് എണ്ണയിൽ ഡ്രൈ ഫ്രൈ ആക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മളിത് നന്നായിട്ട് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ ഇനി ചെയ്യണത്. ഇപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഫുള്ളായിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്തത്. അപ്പം നമ്മൾ ഒരു സൈഡ് ആയതിൻ്റെ ശേഷം ഇത് മറിച്ചിട്ടിട്ട് 2 സൈഡും വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ 2 സൈഡും വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളിത് പാനിൽ നിന്ന് മാറ്റി വെക്കുകയാണ് കേട്ടോ. ഈ പാനിൽ തന്നെ ഉണ്ട് നമ്മളിനി അടുത്ത പരിപാടികളൊക്കെ ചെയ്യണത്. അപ്പം നമ്മൾ ഇതിനി മാറ്റുന്നില്ല, ഒഴിച്ച് കഴുകുന്നൊന്നുമില്ല, ഇതിൽ തന്നെ ഡയറക്റ്റായിട്ട് ചെയ്യണം. അപ്പോൾ നമ്മളിതിൻ്റെ ചെറിയ എന്താ പറയുക, ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്ന ചെറിയ പൊട്ടുപൊടിയൊക്കെ ഉള്ളതൊക്കെ എടുത്തുകൊണ്ട് മാറ്റി വെക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ചെറുതാക്കി കട്ടിയില്ലാതെ അരിഞ്ഞിട്ടുള്ള ഒരു വലിയ ഉള്ളിയാണ് കേട്ടോ. ഒരു വലിയ ഉള്ളിയാണ്, വലിയ ഉള്ളി വലിയ സൈസ്, അങ്ങനെ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. അത് കുഞ്ഞിതാക്കിയിട്ട് അരിഞ്ഞതാണ് കേട്ടോ. ഇത് ഫുള്ള് ചേർത്തെടുത്തിട്ട് നന്നായി തന്നെ ഈ എണ്ണയിൽ സോട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. ഇത് നന്നായിട്ട് തന്നെ വാടി വരുമ്പോൾ നമ്മളിതിലേക്ക് 2 മുളക് ചേർത്തെടുത്തേക്കാണ് കേട്ടോ. ഇത് വറ്റൽ മുളകാണ്. ഇത് നമ്മൾ ഫസ്റ്റ് ആയിരുന്നു ചേർത്ത് കൊടുക്കേണ്ടിരുന്നത്. ഇത് എനിക്ക് മാറിപ്പോയതാണ് കേട്ടോ. ഇട്ടപ്പോൾ മറന്നുപോയി അപ്പം ഇടാൻ വേണ്ടിയിട്ട്, പിന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ കുറച്ച് ഗരം മസാലയും മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ചേർത്തെടുത്തത്. പിന്നെ ഈ ഒരു മസാലയ്ക്ക് മാത്രം പാകത്തിനുള്ള ഉപ്പാണ് ചേർത്തെടുത്തത്. നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തപ്പോൾ ഓൾറെഡി ഉപ്പ് ചേർത്തതാണ്. ഇനി നമ്മൾ ഈ ഒരു മസാലയ്ക്ക് മാത്രമുള്ള ഉപ്പ് ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ ഇനി നമ്മുടെ മെയിൻ സാധനം എന്താ വെച്ചാൽ നമ്മളിത് മുളക്, ഈ വറ്റൽ മുളക് ക്രഷ് ചെയ്തെടുത്തതാണ് കേട്ടോ. ഇതും കൂടെ ആകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിക്കാരം കേട്ടോ, നല്ല സ്പൈസിയാണ് ആയിക്കാരം. അതിൻ്റെ കൂടെ ടൊമാറ്റോ സോസും. ഇനിയിപ്പോൾ ടൊമാറ്റോ സോസ് ഇല്ലെങ്കിൽ നമ്മൾ വീട്ടിലൊക്കെ എല്ലാവർക്കും ടൊമാറ്റോ സോസൊക്കെ ഇപ്പോൾ ഉണ്ടാക്കാൻ അറിയണമല്ലേ, അങ്ങനെ ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. അതോടെ ചേർത്തിട്ട് നന്നായിട്ട് ഈ മസാലയൊക്കെ മിക്സ് ചെയ്തിട്ടെടുക്കുക. എന്നിട്ട് നമുക്ക് കുറച്ചൊന്ന് വെള്ളം പാരുക. കുറച്ച് വെള്ളം പാർന്നിട്ട് ഒരു 3-4 ടേബിൾ സ്പൂണൊക്കെ മതിയാവും. വെള്ളം പാർന്നിട്ട് ഈ മസാല നന്നായിട്ട് തന്നെ ഒന്ന് വേഗാൻ വേണ്ടിയിട്ട് വെക്കുക കേട്ടോ. എന്നിട്ട് അതൊന്ന് വറ്റിച്ചെടുക്കുക. അതിൻ്റെ ശേഷം നമ്മൾ കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ്റെ പീസ് ഇതിലിട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത്. നന്നായി മിക്സ് ചെയ്തങ്ങാണ്ട് ഈ മസാലയിൽ ഈ ചിക്കൻ്റെ പീസുകളൊക്കെ ഇതാക്കിയിട്ടെടുക്കണം കേട്ടോ. ചിക്കൻ്റെ പീസിൽ നന്നായിട്ട് തന്നെ മിക്സ് ആക്കി കൊടുക്കണം കേട്ടോ ഈ മസാലയിൽ. ഇതിനി ഒന്ന് അടച്ച് വെച്ചിട്ട് ആവി കയറ്റിയിട്ടെടുക്കണം കേട്ടോ. ജസ്റ്റ് ഒന്ന് ആവി അറിയാൻ മതി കേട്ടോ. ഇട്ടിട്ട് മസാലയൊക്കെ ഒന്ന് പിടിച്ച് ജസ്റ്റ് ഒന്ന് വരുമ്പോഴത്തേനും. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക.
നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ കൊണ്ടാട്ടം റെഡി ആയിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റിയാണ്, സ്പൈസിയാണ്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി കാണാം ഇൻഷാ അല്ലാഹ്.